ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ബർഗർ തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിയതല്ലാന്ന് ഒരിക്കലും പറയൂല, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള ഫുള്ളായിട്ടില്ല. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇത് കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 500 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണ്. അതൊന്നിങ്ങനെ ചതച്ചെടുക്കുക. പൂർണ്ണമായിട്ടും ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പം മയോണൈസാണ് ഒഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ എഗ്ഗ് ആക്കുന്നതിലും മയോണൈസ് വേണമെങ്കിലും ചെയ്യാം. മയോണൈസ് ചേർക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, സോയാ സോസ്, പിന്നെ 2 പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ബോളാക്കി എടുക്കണമല്ലോ പാറ്റീസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടാണ് ഈ ഒരു ചിക്കൻ്റെ ഇത് ഒന്ന് ടൈറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 സ്ലൈഡ്സ് ബ്രെഡ് പൊടിച്ചെടുത്തിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നല്ലോണം ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഉരുട്ടി ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ പാറ്റീസുകളും ഇങ്ങനെ റെഡിയാക്കിയെടുക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു കട്ടിയിലും വലിപ്പത്തിലൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബണ്ണിൻ്റെ ആ ഒരു വലിപ്പം തന്നെ ഇതിന് വേണം. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് 500 ഗ്രാം കൊണ്ട് 8 പാറ്റീസുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 8 ബണ്ണുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്കൊരു എഗ്ഗ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പാറ്റീസുകളൊക്കെ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് മാറ്റി വെക്കുക. പിന്നെ 1/2 കപ്പ് മൈദയും പിന്നെ ബ്രെഡ് ക്രംസുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിപ്പോൾ 3ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ പാറ്റീസുകളും എടുത്ത് ആദ്യം ഒന്ന് മൈദയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതൊന്ന് എഗ്ഗിലും ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും ആക്കിയെടുക്കുക. പിന്നെ നമ്മളിത് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവാതെ പുറത്തുള്ള ആ ഒരു ഭാഗം മാത്രം കളറായി വരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചെറിയ തീയിലാക്കിയിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളു വേവില്ല, അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഓരോ പാറ്റീസുകളും ഇങ്ങനെ ഒരു 6-7 മിനിറ്റോളം വേവിക്കാനുണ്ടാവും. അപ്പോൾ അതിന് ശേഷം അതാ അടുത്ത ഒരു ബാച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നീട് മറ്റൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഓരോ പാറ്റീസുകളും നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചീസാണ് കേട്ടോ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഓരോ ചീസിൻ്റെ സ്ലൈഡുകൾ ഇങ്ങനെ സ്ലൈഡായിട്ട് കിട്ടുമല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതൊന്നിങ്ങനെ ഒട്ടിപ്പിടിക്കണം നമ്മളെ പാറ്റീസിൽ. അതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പോഴേക്കും, അല്ലെങ്കിൽ പറ്റ മെൽറ്റായി പോകുമല്ലോ. അപ്പോൾ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഓരോ ബണ്ണുകളും ഇങ്ങനെ നടുവേ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഓരോന്നും ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനൊന്നും ഒരു പണിയില്ല. ഒരു പാറ്റീസ് ഉണ്ടാക്കാനും അത് വേവിക്കാനുമാണ് കുറച്ചൊരു ടൈം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മയോണൈസാണ് കേട്ടോ. ഈ ഒരു മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിച്ചു തരാം. വളരെ ഈസിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ബണ്ണിൻ്റെ മേലേക്കും അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബണ്ണിലേക്ക് ആക്കി കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കക്കിരി, സവാള,
കുറച്ച് ടൊമാറ്റോ അങ്ങനെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോന്നും ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മയോണൈസും കാര്യങ്ങളൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചാണ്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ മയോണൈസൊക്കെ ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് മയോണൈസും കൂടി ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ അത് നമ്മളെ ഹോം മെയ്ഡ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.